ഹലോ ഗൈസ്, മൂന്നാർ പോയിട്ട് വന്നിട്ട് ഇപ്പോൾ 2 ദിവസമായി. പക്ഷേ ഈ വീഡിയോ ഞാൻ ഇന്നലെ എഡിറ്റ് ചെയ്യണമെന്ന് വെച്ച് ഇരുന്നതാണ്. പക്ഷേ ഇന്നലെ എനിക്ക് എന്തോ രാത്രിയായപ്പോൾ അതിനെ പറ്റിയ ഒരു മാനസികാവസ്ഥ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞാൻ രണ്ടും കൽപ്പിച്ചിരുന്ന് എഡിറ്റ് ചെയ്യാമെന്ന് വെച്ചു. പക്ഷേ എനിക്കാണെങ്കിൽ ഇന്നും ഇന്നലേക്കായിട്ട് നല്ല നടുവേദനയുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ സൗണ്ട് ഒരുമാതിരി വയ്യാത്ത പോലെ ഇരിക്കുന്നത്. അല്ലാതെ എനിക്ക് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് പോകാം കേട്ടോ. അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ആൻഡ് ഇന്നിപ്പോൾ എങ്ങോട്ട് പോകണമെന്ന് വെച്ചാൽ നമ്മൾ മൂന്നാറോട്ട് പോവുകയാണ്. ഞാനും എൻ്റേതാ ഈ ഒരു ഫ്രണ്ടും കൂടിയിട്ട്. പറയുന്നതുകൊണ്ടൊന്നും തോന്നരുത്, ഈ അരിയും പൊരിയും തിരിച്ചറിഞ്ഞുകൂടാത്തവരുടെ കൂടെയാണ് ഞാൻ പോണത്. ഇവൻ മൂന്നാറുള്ള സൂര്യനെല്ലി എന്ന് പറയുന്ന ഒരു സ്ഥലത്തിൻ്റെ പേര് കേട്ടിട്ട് അത് വയനാടുള്ള ഒരു സ്ഥലമാണെന്നും പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു ഈ പൊട്ടൻ്റെ കൂടെയാണ് ഞാൻ ഇറങ്ങി തിരിച്ചേക്കണത്. പിന്നെ ഇവൻ ഏതാണെന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ആരെങ്കിലും, ഇവൻ എൻ്റെ ഒരു കോളേജ് ഫ്രണ്ടാണ് കേട്ടോ. എൻ്റെ കോളേജിൽ പഠിച്ചിരുന്നത്. എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിലായിരുന്നു, വേറെ ഡിപ്പാർട്ട്മെൻറ്റായിരുന്നു. സോ എനിവേസ് ഞങ്ങളങ്ങനെ ഇപ്പോൾ ഉള്ളത് ആലുവ ബസ് സ്റ്റാൻഡിലാണ്. അവിടെ ഇങ്ങനെ നിൽക്കുകയാണ് ബസ് വെയിറ്റ് ചെയ്ത്. അരിയും പൊരിയാറുടാത്തോണ്ട് ഇവിടെ പോണത്. ട്വിന്നിങ് 2 ഗേൾസ്, 3 പേരോ. അങ്ങനെ നീണ്ട കുറേ നേരത്തെ കാത്തിരിപ്പിന് ശേഷം ഒരു കോതമംഗലം ബസ് കിട്ടി. അപ്പം നമ്മൾ വിചാരിച്ചു ആലുവയിൽ നിന്ന് കോതമംഗലത്ത് പോയിട്ട് അവിടെ നിന്ന് മൂന്നാർ പിടിക്കാം എന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ബസ്സിൽ കയറി. കാരണം വെയിറ്റ് ചെയ്തിരിക്കാൻ സമയമില്ല, നമ്മൾ ഓൾറെഡി ലേറ്റായി. നമുക്ക് 2 മണിക്കാണ് ക്യാമ്പിൽ ചെക്ക് ഇൻ ചെയ്യാനുള്ളത്. പക്ഷേ നമ്മൾ അവിടെ എത്തിയില്ലായിരുന്നു കേട്ടോ. നമ്മൾ ലേറ്റായി, ഈവനിങ് ആയി അവിടെ എത്തിയപ്പോൾ. അങ്ങനെ ബസ്സിൽ കയറി കുറച്ച് ദൂരം പോയപ്പോൾ ഇവൻ നല്ല ഉറക്കമായി. സോ ഫൈനലി നമ്മൾ കോതമംഗലത്തെത്തി. ഞാനും ഇടയ്ക്കൊന്നും ഉറങ്ങി. എന്നാലും എനിക്ക് അധികം അങ്ങനെ എവിടെയെങ്കിലും ട്രാവൽ ചെയ്യുന്നെന്ന് പറഞ്ഞാൽ ആദ്യമൊന്നും ഉറക്കം വരത്തില്ല, പിന്നെ ഒരു ഇത് വേണം. ഇവനാണെങ്കിൽ ഇതാ ഉറങ്ങി എണീറ്റിരിക്കണതാണ്. പിന്നെ ഇതിപ്പോൾ കോതമംഗലം ബസ് സ്റ്റാൻഡിൽ നമുക്ക് മൂന്നാർ ബസ് കിട്ടി. ബസ്സിൽ കയറിയപ്പോൾ എൻ്റെ കയ്യിലിരുന്ന് എന്താണ്ട് ഒരു സാധനം കുറവ് പോലെ. എൻ്റെ സ്വെറ്റർ ഞാൻ അവിടെ വെച്ചേക്കുമായിരുന്നു. പിന്നെ അവൻ പോയി അത് എടുത്തുകൊണ്ട് വന്നു. അവന് ഓൾറെഡി കാല് വയ്യാതിരിക്കുവാണ്. അവൻ ലിഗമെൻറ്റ് തെറ്റ് ചെയ്തിട്ടേക്കുവാണ്. എന്നിട്ട് അവൻ പോയി എടുത്തിട്ട് വന്നു. എന്തൊരു അഹങ്കാരമല്ലേ എനിക്ക് വേണേൽ പോയി എടുക്കാമായിരുന്നു. പിന്നെ നമ്മൾ ഈ കോതമംഗലത്ത് നിന്ന് മൂന്നാർ ബസ്സിൽ കയറിയിട്ട് സത്യം പറയാമല്ലോ, ഞാനും അവനും നല്ല അന്തസ്സായിട്ട് കിടന്ന് ഉറങ്ങിയായിരുന്നു, ചത്ത കണക്ക്. നമ്മൾ കുറേ നേരം, ഞാനാണെങ്കിൽ കുറേ നേരം ഇരുന്ന് കേട്ടോ. അപ്പോൾ ഈ കുറേ വളവും തിരിവും ഒക്കെ വന്നപ്പോൾ എനിക്ക് ചെറിയ വൊമിറ്റിൻ്റെ തന്നെ അടിച്ചു തന്നു. അപ്പം ഞാൻ വിചാരിച്ചു കിടന്ന് ഉറങ്ങാമെന്ന്. ഉറങ്ങുമ്പോഴത്തേക്ക് എന്തായാലും റിയാലിറ്റി വിട്ട് പോകുമല്ലോ. അങ്ങനെ കിടന്ന് ഉറങ്ങി എന്ന് കണ്ണു തുറന്നപ്പോഴത്തേക്കുമാണ് ഞാൻ ഇത് കണ്ടത്. മൂന്നാറെത്തി ഫൈനലി. എനിക്കാണെങ്കിൽ മറ്റേ ജിങ്ക ചിക്ക അതാണ് എൻ്റെ മൈൻഡ് വോയിസ്. കാരണം അവിടുത്തെ ഒരു തണുത്ത കാറ്റ് ഇങ്ങനെ വീശുന്നുണ്ടായിരുന്നു. അതൊരു ഭയങ്കര ഒരു ഫീലിംഗ് ആയിരുന്നു. അങ്ങനെ ഞാൻ അവിടുത്തെ മലയും മേഘമൊക്കെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. നല്ല രസമുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എനിക്കാണെങ്കിൽ പെട്ടെന്ന് നമ്മളിങ്ങനെ വന്ന വഴി മാറി പെട്ടെന്ന് ഒരു ഫോറസ്റ്റ് ഒരു ഫീല് വന്നപ്പോഴത്തേക്കും ഞാൻ പറഞ്ഞില്ലേ ജിങ്ക ചിക്ക, അത് തന്നെ. എനിക്കൊക്കെ എന്ത് ചെയ്യണമെന്ന് പറഞ്ഞൂടെ. എനിക്കറിയത്തില്ല, ഭയങ്കര മൈൻഡ് ബ്ലോയിങ് ആയിരുന്നു അവിടുത്തെ ഒരു തണുത്ത കാറ്റൊക്കെ. പിന്നെ നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഉടനെ മറ്റേ ചില കടപ്പുറത്തു നിന്നൊക്കെ നമ്മൾ ഈ ഫ്രഷ് മീൻ പിടിച്ചുകൊണ്ട് വലയിലിങ്ങനെ കരയിൽ കൊണ്ട് വയ്ക്കുമ്പോഴേ ചില ആൾക്കാർ അതിങ്ങനെ മേടിച്ചുകൊണ്ട് പോകത്തില്ല. അത് കണക്ക് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങി ഉടനെ അവിടുത്തെ ഒരു ജീപ്പ് ചേട്ടൻ സൂര്യനെല്ലിക്കാണോ എന്നാ വാ എന്നും പറഞ്ഞുകൊണ്ട് ഒരു ജീപ്പിൽ കൊണ്ട് ഇരുത്തി. ഞാനും അവനും കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്ക് അവൻ ചായ കുടിക്കാൻ പോകണമെന്ന് പറഞ്ഞ് പോയി. അപ്പോഴത്തേക്കുമാണ് ഞാൻ ഈ ഒരു ബിൽഡിംഗ് കണ്ടത്. അതിന് ചുറ്റും ഒരു ഗാർഡൻ സെറ്റപ്പ് ഉണ്ടായിരുന്നു. എൻ്റെ പൊന്നി, ഭയങ്കര രസമുണ്ടായിരുന്നു അവിടെ കാണാനായിട്ട്. ഇത് പ്രോപ്പർ മൂന്നാറാണ് കേട്ടോ ഞാനിപ്പം നിൽക്കണത്. ഇവിടെ അത്യാവശ്യം ചെറിയ തണുപ്പുണ്ട് കേട്ടോ. എൻ്റെ ലുക്കൊന്നും കണ്ട് ആരും ഒന്നും വിചാരിക്കില്ല. ഞാൻ ബസ്സിൽ കിടന്ന് നല്ല ഉറക്കമായിരുന്നു, ഉറങ്ങി എണീറ്റ് നിൽക്കുകയാണ്. ഇവിടെ ചുണ്ടൊക്കെ ഭയങ്കര ഡ്രൈ ആയി, എനിക്ക് പറ്റണേ ഇല്ല. ഭയങ്കര എന്ന് വെച്ചാൽ അത്യാവശ്യം തണുപ്പുണ്ട്. അങ്ങനെ ഞാനാണെങ്കിൽ ഇവിടത്തെ ഓരോരോ സാധനങ്ങൾ ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ വരെ ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ഒബ്സസ്ഡ് ആയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടൊക്കെ നിൽക്കുകയാണ്. പിന്നെ ഈ ഒരു ബിൽഡിങ് എനിക്ക് അങ്ങോട്ട് മറക്കാൻ പറ്റണുണ്ടായിരുന്നില്ല, അടിപൊളിയായിരുന്നു. ഹലോ ഗായ്സ്, ഒരുത്തനാണ് നമ്മൾ ബസ്സിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജീപ്പിൽ സൂര്യനെല്ലിക്ക് പോകാമെന്ന് പറഞ്ഞാൽ ഞങ്ങളെ ഒരു ജീപ്പേ കൊണ്ടിരുത്തി. എന്നിട്ട് ആ ജീപ്പിൽ കൊണ്ടിരുത്തിയവനെയും കാണുന്നില്ല, എൻ്റെ കൂടെ വന്നവനെയും കാണുന്നില്ല. ഞാനിവിടെ ഇഞ്ചി മുട്ടായി എന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കും. സോ ഫൈനലി കുറേ നേരം അവിടെ കാത്തു നിന്നിട്ട് അവൻ ചായ കുടിച്ചിട്ട് വന്നു. പിന്നെ ഞങ്ങൾ ഓൾറെഡി കയറിയിരുന്ന ജീപ്പിന് മുന്നേ വേറൊരു നമ്മളിപ്പോൾ ഇരിക്കുന്ന ജീപ്പ് എടുത്തു. അപ്പോൾ പിന്നെ നമ്മൾ അതിലോട്ട് ഷിഫ്റ്റായിട്ട് അതിൽ പോകാമെന്ന് വെച്ചു.
പിന്നെ ജീപ്പിൽ കയറി എനിക്കിങ്ങനെ ചരിഞ്ഞിരിക്കുന്നതുകൊണ്ട് നല്ല പേടിയുണ്ടായിരുന്നു ഞാൻ എങ്ങനെ ഒമറ്റിങ് ചെയ്യുമെന്ന്. അതുകൊണ്ട് ഞാനാണെങ്കിൽ അധികം വീഡിയോ ഒന്നും എടുക്കാൻ നിന്നില്ല. ജസ്റ്റ് ആ ഒരു മൂന്നാറിന്ന് വണ്ടി മൂവ് ചെയ്തപ്പോൾ മാത്രമേ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. കാരണം എനിക്ക് വയ്യ വെറുതെ. അങ്ങനെ ഫൈനലി നമ്മൾ സൂര്യനെല്ലിയിൽ എത്തിയേട്ടാ. അവിടെ എത്തിക്കഴിഞ്ഞിട്ടാണ് നമുക്ക് പോവേണ്ട ആ ഒരു ക്യാമ്പിലോട്ടൊക്കെ നമ്മൾ കോൾ ചെയ്യണത്. കാരണം ഇവിടെ നിന്ന് ഓട്ടോയിലുള്ളവർക്കൊന്നും പറഞ്ഞിട്ടോ ലൊക്കേഷൻ കാണിച്ചിട്ടോ ഒന്നും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അപ്പോൾ അവർ വിളിച്ചു കൊടുക്കാൻ പറയുന്നുണ്ടായിരുന്നു. നമ്മളങ്ങനെ സൂര്യനെല്ലി എത്തി. ഇനി ഇവിടെ നിന്നും പോകണം. അയ്യോ, അങ്ങനെ ഫൈനലി നമ്മൾ ആ ക്യാമ്പിൽ തന്നെ വിളിച്ച് പറഞ്ഞു. അപ്പോൾ ക്യാമ്പിൽ നിന്ന് തന്നെ അവരൊരു ഓട്ടോ അയച്ചേട്ടാ. ഞാൻ ഈ വീഡിയോ ഒക്കെ വോയിസ് ഓവർ ചെയ്യണത് അവിടുത്തെ എല്ലാ ജീപ്പിലും ഓട്ടോയിലും വരെ പാട്ട് വെച്ചിട്ടുണ്ട്. അതാണ് ഞാൻ ഈ തുള്ളി തുള്ളി ഇരിക്കണത്. പിന്നെ നമ്മൾ ഈ ആ സൂര്യനെല്ലിയിൽ നിന്ന് ക്യാമ്പിലോട്ട് പോണ വഴിക്ക് പക്ക ഒരു ഗോൾഡൻ അവർ ടൈമായിരുന്നു കേട്ടോ. എനിക്കാണെങ്കിൽ അറിയാമല്ലോ സൺസെറ്റിൻ്റെ ഒരു വീക്ക്നെസ് ആണെന്ന്. ഞാനിപ്പോൾ ആ സൺസെറ്റിൽ മീൻസ് ആ സൺലൈറ്റിൽ ഇങ്ങനെ ഒബ്സസ്ഡ് ആയിട്ട് വായി നോക്കി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞില്ലേ പാട്ടിട്ടിട്ടുണ്ട്, അതാണ് ഈ തുള്ളി തുള്ളി ഇരിക്കണത്. ശരിക്കും ആ ജീപ്പിൽ നിന്ന് ഇറങ്ങി ഞാനൊരു വല്ലാത്ത മാനസികാവസ്ഥയിൽ നിൽക്കുകയായിരുന്നു. കാരണം എനിക്ക് എന്തോ ജീപ്പിലിരുന്ന് അത്ര അങ്ങോട്ട് സെറ്റായില്ല. പക്ഷേ ഈ ഓട്ടോയിൽ കയറിയപ്പോൾ അതൊക്കെ കംപ്ലീറ്റ് മാറി. ഞാൻ ഓണായി. അങ്ങനെ ഓട്ടോയിൽ പാട്ടിട്ടിരിക്കുന്നതുകൊണ്ടാണ് പിന്നെ ഞാൻ വീഡിയോയ്ക്ക് വോയിസ് പറയുന്നത് കേട്ടോ. അങ്ങനെ ഫൈനലി നമ്മൾ ടെൻറ്റാൻ ട്രക്കിലെത്തി. ഇവിടാണ് നമ്മൾ സ്റ്റേ ചെയ്യണത്. ആക്ച്വലി ഇവിടെ 2 o'clock ചെക്ക് ഇൻ ടൈം പറഞ്ഞത്. പക്ഷെ നമ്മൾ കുറച്ചധികം ലേറ്റായി. സൺസെറ്റ് നമ്മുടെ പാക്കേജിനകത്ത് വരുന്നതാണ്. പക്ഷെ അവരൊക്കെ ഓൾറെഡി ട്രക്കിങ്ങിന് പോയി, അതായത് സൺസെറ്റ് കാണാൻ പോയി. നമ്മൾ പക്ഷേ ലേറ്റായിട്ട് എത്തിയതുകൊണ്ട് നമുക്ക് പോകാൻ പറ്റിയില്ല. അവിടെ ചെന്ന് ഇറങ്ങിയപ്പോഴത്തേക്കും തന്നെ അവിടെ പാട്ടൊക്കെ ഇട്ട് ഒരേ പൊളിയായിരുന്നു. പിന്നെ നമ്മൾ പോയി ചെക്കിനൊക്കെ ചെയ്തു. ഇതായിരുന്നു ഞാൻ നിന്നിട്ടുണ്ടായിരുന്ന ആ ഒരു ടെൻറ്റ് കേട്ടാ. അടിപൊളിയായിരുന്നു. അവിടെ പോയപ്പോഴേ ഒരു മനസ്സമാധാനമായിരുന്നു. എടാ ഞാനും അതാ നോക്കി, അങ്ങനൊന്നും എഴുതി വെച്ചിട്ടൊന്നുമില്ല. എന്തോന്ന്? ഓ, അപ്പൊ നീ എങ്ങോട്ട് പോവാ? എടാ പോടാ ഒന്ന്. ഇതാ അതാന്ന് തോന്നുന്നു. പിന്നെന്തുവാ അത്? അന്നേരം പിന്നെ എന്തിനാ ഇവിടെ ഫീമെയിൽ എന്ന് എഴുതി വെച്ചേക്കുന്നത്? അപ്പൊ മെയിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. നീ പിന്നെ എന്തിനാ ഫീമെയിൽസിന്റെ ബാത്റൂമിൽ കയറി പോകുന്നത്? ഞാൻ വ്ളോഗ് ഇടുക കേട്ടോ ഇത്. ഗൈസ്, അങ്ങനെ നമ്മൾ നമ്മുടെ ക്യാമ്പിംഗ് ലൊക്കേഷനിൽ എത്തി. പക്ഷേ എനിക്കാണെങ്കിൽ ഒരു ലോട്ടറി അടിച്ചു. ഇവിടെ വന്ന വഴിക്ക് എനിക്കൊരു ചില ഡൗട്ട് ഉണ്ടായിരുന്നു, പീരിയഡ്സ് ആയോ എന്ന്. ഇവിടെ വന്ന് ചെക്ക് ചെയ്തപ്പോൾ കൺഫേം. അപ്പോൾ എനിക്കൊരു ലോട്ടറി കിട്ടിയിട്ടുണ്ട്. എന്തായാലും എനിവേസ് നല്ലതാണ്. പിന്നെ ഞാൻ ഓർത്ത് ഇവിടേക്ക് ഒന്ന് എക്സ്പ്ലോർ ചെയ്യാം. ഈ ഒരു യെല്ലോ ഫ്ലവറിൽ ഞാൻ ഭയങ്കര ഒബ്സസ്ഡ് ആയിട്ട് ഒരു കൈപ്പിടി നിറയെ ഞാൻ ആ പൂവും കൊണ്ടാണ് തിരിച്ച് തിരുവനന്തപുരത്തോട്ട് വന്നത്. ഇതാണ് എൻ്റെ ടെൻറ്റിൻ്റെ ഫ്രണ്ടിൽ നിന്നാലുള്ള ഒരു വ്യൂ കേട്ടോ. പിന്നെ ഇവിടെ കുറേ ഫ്ലവേഴ്സൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു ആംബിയൻസും എല്ലാം ആയിരുന്നു. നിനക്ക് അത്രയ്ക്ക് അറിയാൻ പാടില്ലേടാ. സോപ്പ് വേണം ഞാൻ തരാം, പക്ഷെ എൻ്റെ അലർജിയുടെ സോപ്പാ. ആ, എനിക്ക് സ്കിൻ അലർജി ഉണ്ട്. ഡെർമറ്റോളജിസ്റ്റ് തന്ന സോപ്പാ. അത് വേണം വേറെ. എടാ പോടാ കഴിഞ്ഞിട്ട് ഒന്ന് 5 എൻജോയ്. തൽക്കാലം നീ ഇട്ടേക്കുന്ന ബനിയനൂരി തോർത്ത്. പിന്നെ നീ ഇപ്പൊ എന്തോ ചെയ്യാനാ തോർത്തും കൊണ്ടുവരാതെ ക്യാമ്പിങ്ങിന് വന്നേക്കുന്നവൻ. നീ പിന്നെ എന്തോ മറ്റേ ഞാൻ പറയുന്നില്ല, എന്റെ വായ വേറെയൊക്കെ വരും. ഞാൻ പിന്നെ ഹെയർ വാഷ് ചെയ്യുന്നില്ലെന്ന് വീട്ടിൽ നിന്ന് പ്ലാൻ ചെയ്തോണ്ട് ഞാൻ ടവലൊന്നും എടുക്കാത്ത. എന്തേലും കാണിക്കും. ഇവിടെ വന്നതിന് ശേഷം ലിപ്പൊക്കെ ഭയങ്കര ഡ്രൈ ആവുന്നല്ലേ. ഞാനും പോയി ഫ്രഷ് ആവട്ടെ. കാരണം ഞാൻ ഇന്നലെ വൈകിട്ട് വീട്ടിൽ നിന്ന് വന്ന അതേ കോലം. ഇന്ന് രാവിലെ ഒന്ന് ബ്രഷ് ചെയ്ത് ഫ്രഷ് ചെയ്യുന്നല്ലാണ്ട് പോടാ അത്. എടാ അപ്പൊ നീ സോപ്പ് കൊണ്ടുപോയപ്പോ ഞാനെന്തോ ഇട്ട് കുളിക്കും. അപ്പൊ ഞാൻ എന്തായാലും പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് വരാവേ. ഒരു കാര്യം പറയാ, എടാ നീ ഒന്ന് പോയടാ. നീ എന്തിനാ ഇടിക്കണ നോയിക്കൊണ്ടിരിക്കുന്നു? ഫോണില് ചാർജ് ഇല്ല. ഫ്രഷ് ആയിട്ടൊക്കെ വരാം. 7:30 ക്യാമ്പ് ഫെയർ പറഞ്ഞേ.
ഇപ്പൊ സമയം എത്ര? അയ്യോ ചായക്കടി ഓർത്ത് വെച്ചേക്കുക. ശരി എന്നാ പോയിട്ടൊക്കെ വരാം. ഹലോ ഗായ്സ്, ഞാനങ്ങനെ ഫ്രഷായി. വേറെ ഒന്നും എടുക്കണ്ടല്ലോ അല്ലേ, അതുവരെ അല്ലേ പോന്ന്. നമ്മൾ ചുമ്മാ ഈ പ്രോപ്പർട്ടി ഒന്ന് ചുറ്റിക്കാണാൻ പോകാം എന്ന് ഇപ്പൊ ഉരുണ്ട അടിച്ച ഇപ്പൊ ഈ മണ്ണൊക്കെ കുറെ ഫ്ലവേഴ്സ് ഒക്കെ ഉണ്ട്. താഴെ ആണെങ്കിൽ ഒരു യെല്ലോ ഫ്ലവർ ഉണ്ട്, അതിൽ അടിപൊളി. അവിടെ അവിടെ നേരെ നോക്കി പോട്ടില്ലേ, നേരത്തെ പോലെ താഴെ കിടന്ന് ഉരുള. അപ്പോൾ ഞങ്ങൾ ചുമ്മാ നടക്കാൻ ഇറങ്ങിയത്. ഞങ്ങൾ അവിടെ ഒരു കട കണ്ടിട്ട് പോവാന്ന് വെച്ചാൽ അങ്ങോട്ടേക്ക് എന്തെങ്കിലും ഞം മേടിക്കാം. പക്ഷെ ആരാടാ എൻ്റെ കർത്താവ്, ഞാനടുത്ത് തിരുവനന്തപുരത്ത് അതിന് ഇങ്ങനത്തുള്ളൊക്കെ ഇത് യൂണിവേഴ്സൽ തോട്ടാണല്ലേ. ഇതായിരുന്നു ആ ഒരു കട, പക്ഷെ തുറന്നിട്ടില്ല. ഇതാണ് നമ്മൾ നിൽക്കുന്ന പ്രോപ്പർട്ടി. സ്വന്തമായിട്ട് ചളി പറഞ്ഞിട്ട് ഞാൻ തന്നെ അങ്ങ് ചിരിക്കുക, ആരും ചിരിച്ചില്ലെങ്കിൽ. എടാ എൻ്റെ ലിപ്പ് ഭയങ്കരമായിട്ട് ഡ്രൈ ആവണം. എൻ്റെ ഓൾറെഡി ഡ്രൈ സ്കിന്നാണ്. ഞാനങ്ങനെ ഇപ്പം കുറേ മോയ്സ്ചറൈസറൊക്കെ വാരി തേച്ച് അത്രയും സ്റ്റെപ്പ് കയറിയപ്പോൾ ഞാൻ കിതക്കിത്. ഇതാ മഞ്ഞപ്പൂവേ, ഞാൻ ബാക്ക് ക്യാമറ ഇട്ട് കാണിച്ചു തരാം. ഇത് മറ്റേ ഊട്ടിയിൽ കിട്ടുന്ന അതാണോടാ? ആണെന്ന് തോന്നുന്നു. ഇല്ല, മറ്റേ ആ പ്ലാസ്റ്റിക് പോലെ ഇരിക്കുന്ന പൂവാ. തൊട്ട് നോക്കിയേ, കണ്ടോ? ഊട്ടി കിട്ടുന്ന പൂവാ. ഒരെണ്ണം പറിച്ചെടുത്ത് ബാഗ് കൊണ്ടുവയ്ക്കായിരുന്നു, വെറുതെ ഓർമ്മയ്ക്ക്. ജേണൽ എഴുതുമ്പോൾ ഒട്ടിച്ചു വയ്ക്കാൻ നന്ദിയുണ്ടേ. ജേണൽ എഴുതുമ്പോൾ അതേ ഒട്ടിച്ചു വയ്ക്കാം, ഇവിടെ നിന്ന് എന്തെങ്കിലും ഓർമ്മയ്ക്ക്. നീ ഇത് പിച്ചെടുത്താണ്, നിന്റെ പോക്കറ്റിൽ തന്നെ ഇട്ടാരാ അവർ കണ്ടി. എടാ പ്ലാസ്റ്റിക് ആണ്. ഇവിടെ നശിച്ച് കിടപ്പുണ്ട്, അപ്പോൾ കുഴപ്പമില്ല, നമുക്ക് ഒന്നും എടുക്കുന്നുണ്ട്. ഞാൻ ഈ ഫ്ലവറിൽ ഫുള്ളിൻ ലവ് ആയി, അങ്ങനെ ഞാൻ അത് പൊട്ടിച്ചെടുത്തു. എടാ അത് കൊള്ളാം. അയ്യോ ഇവിടെ കൊറേ ഉണ്ട് ഈ ഫ്ലവർ. ഇതാണ്ട് സൺസെറ്റ് അടിപൊളിയായിരുന്നു കേട്ടാടാ. ചിലരൊക്കെ ഉണ്ട് ഉറങ്ങും. എന്നാ ഇത് പോക്കറ്റ് ഇട്ടേക്കാൻ പറഞ്ഞപ്പോ പോക്കറ്റ് ഇല്ലേ, എന്നാ അത് വാ തുറന്ന് വരണോ പോക്കറ്റ് ഇല്ലെന്ന്. അതിനെ കയ്യെ മേടിച്ചിട്ട് അതിനെടുത്ത് തലയെ വെച്ചിട്ട് അതിനെ നശിപ്പിച്ചു കളഞ്ഞിരിക്കുന്നു. ഇവിടുത്തെ സെറ്റപ്പ് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ പാക്കേജ് വരുന്നത് ഉച്ചയ്ക്ക് 2 മണിക്ക് ചെക്കിന് വന്നിട്ട് 3:30 ആകുമ്പോൾ ട്രക്കിങ്ങിന് പോകും കേട്ടോ, സൺസെറ്റ് കാണാൻ വേണ്ടിയിട്ട്. നമ്മളിവിടെ എത്തിയപ്പോഴത്തേക്ക് അവർ ട്രക്കിങ്ങിനൊക്കെ പോയിട്ട് തിരിച്ചു വന്നെന്ന് തോന്നുന്നു. കുഴപ്പമില്ല, സൺസെറ്റ് ഞാൻ എന്നും കോളം ബീച്ചിൽ പോയി കാണാറുണ്ട്, വലിയ കുഴപ്പമില്ല. പക്ഷെ ഇവിടുത്തെ മൗണ്ടൈൻ്റെ ഇടയ്ക്കായിരിക്കുമല്ലോ സൺസെറ്റ്. വളരെ എടാ ഇവിടേക്ക് ഈ ഫ്ലവർ ഇങ്ങനെ കോമൺ ആയിട്ട് നിൽക്കുന്ന അതുകൊണ്ട് കൊള്ളാമല്ലോ. കോമളം പടം. ഇത് ഊട്ടി പോവാ. ഇവിടത്തെ വ്യൂ ആണ് നല്ല, കാണിച്ചു തരാം. അവനും ഉണ്ട്, അവൻ്റെ വൈഡിട്ട് കാണിക്കും. ഇത് വിജനമായ ഒരു റോഡാണ് ഗൈസ്. എത്ര മണിക്കാടാ ടീ ബ്രേക്ക് പറഞ്ഞു? 7:15. പുള്ളി 6:30 എങ്ങനെ കണ്ടാ പറഞ്ഞു. 7:30 ക്യാമ്പ് ഫയർ സ്റ്റാർട്ട് ആവും. 9 മണിക്ക് ക്യാമ്പ് ഫയർ. പിന്നെ പുള്ളി പറഞ്ഞു 7:30 അപ്പൊ നന്നായി. നമ്മളാ സൂര്യനെല്ലിന്ന് അവിടുത്തെ ചായക്കടയിൽ കോഫി കുടിക്കാൻ കയറിയപ്പോ വല്ല വടയോ അവിടെ ഏതാണ്ടൊക്കെ ഇരുന്നില്ല, ആ സാമാനം വല്ലതും മേടിച്ചോണ്ട് വന്നായിരുന്നു. ഇപ്പൊ കഴിക്കാന്ന് ഞാൻ അറിഞ്ഞോ ഇവിടെ കടയും ഇതൊന്നും ഇല്ലാത്ത ഇതാന്ന്. ഇവിടെ ഇപ്പൊ ആന ഇറങ്ങി വന്നാൽ പോലും ആരും രക്ഷിക്കാൻ പോലും വരത്തില്ല. ഇതെന്തുവാണ് ഒരു വല്ല ചുണ്ടയ്ക്കോ വല്ല ആണെങ്കി ഇപ്പൊ ചത്ത് ഇവിടുന്ന് തിന്നിട്ട്. ഇതെന്തോ കണ്ടിട്ട് നല്ല രസമുണ്ട്, നാരങ്ങ പോലെയൊക്കെ ഇരിപ്പുണ്ട്. വാട്ടർമെലണോ? ഇതാണോ? ഞാനാ യെല്ലോ ലെമൺ എന്ന് പറഞ്ഞു. ഞാൻ ഈ മഞ്ഞ കണ്ടിട്ട് നാരങ്ങ എന്ന് പറഞ്ഞു. അവൻ ഈ പച്ച കണ്ടിട്ട് ഒരേ വാട്ടർമെലന്റെ ചെറുതാണ്. ഇതെന്തോ സാധനമോന്നും അറിയത്തില്ല. എന്തായാലും എഡിബിൾ അല്ല, തിന്നാ ഇവിടെ തന്നെ വടിയായിട്ട് കിടക്കാം. അയ്യോ. പിന്നെ ശരി, ഞങ്ങൾ ഇനി ഞങ്ങളിപ്പോ എങ്ങോട്ടാണ് പോകുന്നത് നമുക്കറിയത്തില്ല. ചുമ്മാ ഇവിടുത്തെ റോഡ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടി പോകുന്നതാണ്.
നല്ല രസമുണ്ട്. പക്ഷെ ഇവിടെ പ്രകൃതി രമണീയത, ഒരു ചെറിയൊരു താറ്റ്, ചെറിയൊരു കാറ്റ്, തണുത്ത കാറ്റ്. ഈ പർപ്പിൾ ഫ്ലവർ കൊള്ളാലോ. ക്യൂട്ട്നെസ് തന്നെ ഓവർലോഡഡ്. ഇതാണ് മൂന്നാറിലെ ടാങ്ക്. എന്നാ പിന്നെ ഞാൻ ചുമ്മാ എടുത്തെടുത്ത് എന്റെ സ്റ്റോറേജ് തീർക്കുന്നില്ല. ഇനി എപ്പോഴെങ്കിലും കാണാം. ശരി വ്ലോഗ് കഴിഞ്ഞിട്ടില്ല. വ്ലോഗ് കഴിഞ്ഞിട്ടില്ല. നടന്ന് അങ്ങ് പോവുകയാണ്. ഭൂമി ഉരുണ്ടായതുകൊണ്ട് കുഴപ്പമില്ല, എവിടെയെങ്കിലും ഒക്കെ എത്തും. ഞാനാണെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ചുമ്മാ നോക്കിയപ്പോൾ ഒരു സാധനം കണ്ട്, കാണിച്ചു തരാവേ. ഇതാണ് എന്തോ ഒരു മല, പേരൊന്നും അറിയത്തില്ല. അവിടെ മരം ഇങ്ങനെ അടുങ്ങി നിൽക്കുന്നുണ്ടോ? അപ്പൊ ശരി, ഇനി നമ്മള് ടീ ബ്രേക്കിന് കാണാം. നേരെ ഒന്ന് ഇരുട്ടിയപ്പോഴത്തേക്കും നല്ല തണുപ്പായി കേട്ടോ അവിടെ. അപ്പം നമ്മളിങ്ങനെ ആ പ്രോപ്പർട്ടിയുടെ തന്നെ താഴെ ഒരു ബേസ്മെൻറ്റ് കണ്ടിട്ട് അതിൻ്റെ പുറത്ത് പോയി ഇങ്ങനെ ഇരുന്ന് കഥയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ദാ ഇവിടെ ആണെങ്കിൽ ക്യാമ്പ് ഫയറിനുള്ള ഒരുക്കങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ഇത്ര നേരം അവിടെ താഴെ ഇരിക്കുമായിരുന്നേ. കുറച്ചു നേരം വേറെ ഒന്നുമല്ല, എനിക്ക് കുറേ നേരം നിന്നപ്പോൾ കാല് കഴിച്ചേ, ഇരുന്നപ്പോഴാണെങ്കിൽ നടുവേ എനിക്കിന്ന് വയസ്സായി എനിക്ക്. അയ്യോ, ഇവിടെ ഒരു ലൈറ്റ് ഉണ്ട്. യെസ്, കത്തി. നേരെ നോക്കി ഇറങ്ങിയില്ലെങ്കിൽ നേരത്തെ പോലെ ഉരുണ്ട്. ഞാൻ കുറച്ചു നേരം ഒന്ന് ടെന്റിൽ റെസ്റ്റ് എടുത്ത കേട്ടോ, കാരണം എനിക്ക് നടുവേദനിക്കുന്നതുകൊണ്ട് കുറച്ചു നേരം ഫോണൊക്കെ ഒന്ന് നോക്കി. അവിടെയാണെങ്കിൽ എന്തോ ഭാഗ്യത്തിന് ജിയോയ്ക്ക് നല്ല റേഞ്ച് ഉണ്ടായിരുന്നു. ജിയോയും BSNL മാത്രമേ അവിടെ റേഞ്ച് ആയിട്ടുള്ളൂ. മറ്റവനാണെങ്കിൽ എയർടെൽ സിമ്മും കൊണ്ട് വെച്ചിട്ട് എൻ്റെ അടുത്ത് ഹോട്ട്സ്പോട്ടും ചോദിച്ചു. പിന്നെ അവിടെ ഓൾറെഡി വൈഫൈ ഉണ്ടായിരുന്നു കേട്ടോ. എൻ്റെ പിന്നെ ജിയോയുടെ സിം ആയതുകൊണ്ട് എനിക്ക് അവരുടെ വൈഫൈ കണക്ട് ചെയ്യേണ്ടിയേ വന്നില്ല. മാത്രമല്ല ഞാനത് കണക്ട് ചെയ്യാൻ നോക്കിയിട്ട് കണക്റ്റ് ആവണുണ്ടായിരുന്നില്ല. അതാണ് സത്യം കേട്ടോ, ഇനിയിപ്പോൾ ആരടുത്തും പറയാൻ നിൽക്കുന്നു. അങ്ങനെ ഞാൻ ടെൻറ്റിൽ റെസ്റ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്താണ് ഇവിടുത്തെ ഈ എണ്ണം വന്നിട്ട് പറഞ്ഞത് ക്യാമ്പ് ഫയർ റെഡി ആയിട്ടുണ്ടെന്ന്. അങ്ങനെ താഴെ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ പെട്രോളോ ഡീസലോ മണ്ണെണ്ണയോ എന്താണ്ടോ ഒഴിച്ച് തീയൊക്കെ കത്തിച്ചു. പിന്നെ അവിടെ ആണെങ്കിൽ കുറേ ലൈറ്റ്സും മ്യൂസിക് ആണെങ്കിൽ മലയാളം തമിഴൊക്കെ മിക്സ് ആക്കിയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പിന്നെ ഞങ്ങൾ ശരിക്കും പറഞ്ഞാൽ അവിടെ ഒരു ഇരുട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും അത്യാവശ്യം തണുപ്പായി കേട്ടോ. അപ്പം ആ തണുപ്പത്ത് പോയി ആ ഒരു ഫയറിൻ്റെ അവിടെ ഇരുന്നപ്പോഴത്തേക്കും വല്ലാത്തൊരു സുഖം. തീക്കൊക്കെ ഇത്രയും സുഖമുണ്ടെന്ന് ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കുന്നത്. പിന്നെ ഇതാണ് അവരുടെ ചെക്ക് ഇൻ ടൈം തൊട്ട് ചെക്കൗട്ട് വരെയുള്ള കാര്യങ്ങൾ. നിങ്ങൾക്ക് ആർക്കെങ്കിലും വർക്ക് പ്രഷറോ അല്ലെങ്കിൽ 2 ദിവസം ഒന്ന് ഡെയിലി റൊട്ടീനിൽ നിന്ന് ഒരു ചേഞ്ച് വേണം, ഒരു വിഡ്രോൽ വേണമെന്നൊക്കെ വിചാരിക്കുന്നവർക്ക് ഇത് ചൂസ് ചെയ്യാം കേട്ടോ. അത്രയ്ക്കും പീസ്ഫുള്ളാണ്. പിന്നെ നിങ്ങളൊരു നാച്ചുറൽ ലവറും കൂടി ആണെങ്കിൽ പിന്നെ ഒന്നും പറയാനില്ല. പിന്നെ നേരെ നമ്മളിതാ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് എടുത്ത് വായി വെച്ചപ്പോഴാണ് എനിക്കൊരു കാര്യം മനസ്സിലായത്, തമിഴ്നാട്ടിലെ പോലത്തെ ഫുഡേ ഇവിടെ കിട്ടത്തുള്ളൂ എന്ന്. അതാണ് ഞാൻ അങ്ങനെ ഒരു എക്സ്പ്രഷൻ ഇട്ടത് കേട്ടോ. പക്ഷേ എനിക്ക് തമിഴ്നാട്ടിലെ ഫുഡൊക്കെ ഇഷ്ടമാണ്. ഞാൻ ദിണ്ടുകൽ തലപ്പാക്കട്ടി ബിരിയാണിയുടെ ഒരു ഫാൻ ഗേളാണ്. അതുകൊണ്ട് തന്നെ ആ ഗ്രേവിയൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആ റൈസിൻ്റെ മണം അടിച്ച് ചപ്പാത്തി മേടിച്ചില്ല, റൈസ് മാത്രമേ മേടിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് അവൻ്റെ നിന്ന് കുറച്ച് ചപ്പാത്തി എടുത്ത് കഴിച്ച് നോക്കിയതാണ്. പകുതി അഭിനയമാണ്. അത്രയ്ക്ക് നടക്കുന്നു എനിക്ക്. നിന്നോട് ആര് പറഞ്ഞു വെള്ളത്തിൽ പോയത്? എന്താ എന്ത് മറയോ? എന്ത് മറ? ഏത് ഇതോ? പോടാ എണീറ്റ്. ഇവിടെ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇല്ല, ഇങ്ങനെ ഉണ്ടായിരുന്നു. ഞാൻ അങ്ങ് പോയി നോക്കിയിട്ട് വന്നാ പറഞ്ഞേ. പോടാ എണീറ്റോണ്ട് പൊട്ടാ. ഗൈസ്, നമ്മളിങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അയ്യേ, ഞാൻ വീടെടുത്തോണ്ടെങ്കിൽ അയ്യേ എരുന്നവന്റെ കാര്യം വിചാരിച്ച നിനക്ക് എടുത്തു തരാം. എടാ, അത്രയ്ക്ക് തണുപ്പുണ്ടോ? ശരി, എന്തോ പറയാൻ വേണ്ടി വന്നു, അതും പോയി. ഇവിടെ വയ്ക്കാൻ പറ്റുമോ നോക്കട്ടെ. മറിഞ്ഞെങ്ങാനും വേണം അടുത്തിനി ഡിസ്പ്ലേ മാറാം. ഹലോ ഗേഷ്. അയ്യോ, നമ്മൾ ഫുഡ് കഴിച്ചു.
റൈസും ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈ ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഒരു ഫ്ലവർ കാണിച്ചു തരാം, നല്ല രസമുണ്ട്. ഇത് കണ്ടോ, ഇത് മറ്റേ ഒരു ഇമോജി ഉണ്ട് ഈ ഫ്ലവറിന്റെ, അതുപോലെ ഉണ്ട് കറക്റ്റ്. ആ പോട്ടാ കഴിച്ചു. കാരണം ഇവിടെ മറ്റേ തമിഴ്നാട് ഒരു ടച്ച് ഉണ്ട് ഫുഡിന്, കുഴപ്പമില്ല. പക്ഷെ വിശപ്പ് മാറിയാൽ മതിയല്ലോ, അതാണല്ലോ നമുക്ക് മെയിൻ. ചെറിയ തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ പുറത്ത്. അപ്പം ഇനി നമുക്ക് നാളെ രാവിലെ 3 മണിക്കെങ്ങാണ്ട് എണീക്കണം. കൊളുക്കുമലയിൽ പോകുന്നുണ്ട് സൺറൈസ് കാണാൻ വേണ്ടിയിട്ട്. ഇന്ന് സൺസെറ്റ് മിസ്സാക്കി, അതുകൊണ്ട് നാളെ എന്തായാലും രാവിലെ എണീറ്റേ പറ്റത്തുള്ളൂ. അപ്പോൾ എന്തായാലും വീഡിയോ ഞാനിവിടെ എൻഡ് ചെയ്യാണ്, കാരണം ഉറങ്ങാനുള്ള സമയമായി, ഉറങ്ങണം. ഇല്ലെങ്കിൽ നാളെ കൊളുക്കുമലയിൽ പോകാൻ പറ്റത്തില്ല, ഞാൻ കിടന്ന് ഉറങ്ങും. അപ്പോൾ ഇനിവേസ് അത്രയേ ഉള്ളൂ വീഡിയോ. താങ്ക് യു ഫോർ വാച്ചിങ്. പിന്നെ കുറേ പേര് ഇന്ന് എനിക്ക് ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ ലോങ് വീഡിയോ കണ്ടു, നല്ല രസമുണ്ട് എന്നൊക്കെ. ഓ താങ്ക് യു, നിങ്ങളൊക്കെയാണ് എൻ്റെ മോട്ടിവേഷൻ. ഓക്കെ ശരി, ഇന്ന് ടാറ്റാ.